ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന രാജ്യം ഏതാണ്? നമ്മുടെ ഉത്തരം ഇന്ത്യ എന്നായിരിക്കും. എന്നാൽ ആ ഉത്തരം തെറ്റാണ്. എന്നാലും ഇന്ത്യക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മൾ ഓരോ സ്റ്റേറ്റ് കടക്കുമ്പോഴും ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറുമ്പോഴേക്കും അവിടുത്തെ ഭാഷയും അവിടുത്തെ സംസ്കാരവും ഭക്ഷണ രീതികളും എല്ലാം മാറി. പക്ഷേ വിദേശത്തൊക്കെ പോയി ജോലി ചെയ്തവർക്കറിയാം, അവിടെ ഒരു സ്റ്റേറ്റ് മാറുന്നതനുസരിച്ച് ഒരിക്കലും ഭാഷ മാറുന്നില്ല, ചിലപ്പോൾ രാജ്യങ്ങൾ മാറുന്നതനുസരിച്ച് പോലും ഭാഷകൾ മാറുന്നില്ല എന്ന്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് 600 കിലോമീറ്ററും 300 കിലോമീറ്ററും 1000 കിലോമീറ്ററും മാറുമ്പോഴേക്കും ഭാഷകൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ഇത് വികസനത്തിന് പോലും തടസ്സമാണ് എന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. എന്നാൽ പല ഭാഷകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരുപാട് വികസന സാധ്യതകളും ഒരുപാട് ജോലി സാധ്യതകളും മറ്റൊരു തരത്തിൽ അവിടെ തുറന്നു കിട്ടുന്നുമുണ്ട്. എന്നാൽ അതല്ല നമ്മുടെ വിഷയം. മിഡിൽ ഈസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ സൗദിയിൽ അറബി ഭാഷയാണ്. നിങ്ങൾ അവിടെ നിന്നും ബഹ്റൈനിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും അറബി ഭാഷയാണ്. ഖത്തറിലേക്ക് പോയാലോ ഒമാനിലേക്ക് പോയാലും UAE പോയാലും കുവൈത്തിലേക്ക് പോയാലും അവിടെയെല്ലാം അറബിയാണ്. ഈജിപ്ത്, ഫലസ്തീൻ, ജോർദാൻ, ലബനാൻ ഈ എല്ലാ രാജ്യങ്ങളും അറബി സംസാരിക്കുന്നവരാണ്. 28 രാഷ്ട്രങ്ങളോളം അവരുടെ ഒഫീഷ്യൽ ഭാഷ അറബിയാണ്. എന്നാൽ തെറ്റിദ്ധരിക്കേണ്ട, ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്. അറബിയേക്കാൾ കൂടുതൽ ഭാഷ ഒരുപാട് രാജ്യങ്ങൾ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് തന്നെയാണ്. 75ലധികം രാജ്യങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. അതിനുശേഷം വരുന്നത് ഫ്രഞ്ച് ഭാഷയാണ്. ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്ന 30ലധികം രാജ്യങ്ങളുണ്ട്. അതിനുശേഷം മാത്രമേ അറബി വരുന്നുള്ളൂ. പിന്നെ വരുന്നത് സ്പാനിഷാണ്. 20ലധികം രാജ്യങ്ങൾ സ്പാനിഷ് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന രാജ്യം ന്യൂ പപ്പുവ ഗിനിയ എന്ന് പറയുന്ന 800ലധികം ഭാഷകൾ സംസാരിക്കുന്ന രാജ്യമാണ്. 1 കോടി മാത്രം ജനസംഖ്യയുള്ള ഈ രാജ്യം ഓസ്ട്രേലിയയിൽ നിന്നും സ്വതന്ത്രമായത് 1975ലാണ്. ഇവിടെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിക്കും രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുള്ളത് ഇന്ത്യയിലാണെന്ന്. അല്ല, അത് ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യയിൽ 700ലധികം ഭാഷകൾ സംസാരിക്കുന്നു. മൂന്നാമത് വരുന്നത് നൈജീരിയയാണ്. നൈജീരിയയിൽ 500ലധികം ഭാഷകൾ സംസാരിക്കുന്നു. പിന്നെ വരുന്നതാണ് ഇന്ത്യ. ഇന്ത്യയിൽ 450ലധികം ഭാഷകളുണ്ട്. ഇന്തോനേഷ്യയിൽ 28 കോടിയും ഇന്ത്യയിൽ 146 കോടിയും ജനങ്ങളുണ്ടാകുമ്പോഴും 1 കോടി ജനങ്ങളുള്ള ന്യൂ പാപ്പുവ ഗിനിയയിലാണ് ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന രാജ്യമായിട്ടുള്ളത്. എന്നാൽ ഏറ്റവും കൂടുതൽ എഴുത്തു ഭാഷകൾ ഉള്ള രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിൽ 122ഓളം ഭാഷകൾക്ക് എഴുത്തു ഭാഷ കൂടെയുണ്ട്. എന്നാൽ ന്യൂ പാപ്പുവ ഗിനിയയിൽ ഉള്ളത് 800ലധികം ഭാഷകളാണെങ്കിലും അവക്കൊന്നും എഴുത്തു ഭാഷകൾ ഇല്ല. എന്നാൽ എഴുത്തു ഭാഷ ഉള്ള രാജ്യങ്ങളിൽ രണ്ടാമത് വരുന്നത് ന്യൂ പാപ്പുവ ഗിനിയയാണ്. 100ലധികം ഭാഷകൾക്ക് അവിടെ എഴുത്തു ഭാഷയുമുണ്ട്. മൂന്നാമത് 50ലധികം ഭാഷകൾക്ക് എഴുത്തു ഭാഷയുള്ള നൈജീരിയയും, നാലാമത് 30ലധികം ഭാഷകൾക്ക് എഴുത്തു ഭാഷയുള്ള ഇന്തോനേഷ്യയും, 5ാമത് ചൈനയുമാണ്.